നമസ്കാരം, എല്ലാവർക്കും ഷെഫി ഫുഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. സാൻഡ്വിച്ച് ടൈപ്പ് ഫ്രഞ്ച് ടോസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് നമ്മൾ രണ്ട് സ്ലൈസ് ബ്രെഡിന്റെ സെന്ററിൽ നമ്മൾ ജാം അപ്ലൈ ചെയ്ത് അത് ക്ലോസ് ചെയ്തിട്ട് അത് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിന്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബട്ടറിൽ ഗ്രിൽ ചെയ്തെടുക്കുന്നു. കൂടാതെ അതിന്റെ മുകളിൽ കുറച്ച് ഒരു കാരമൽ സോസ് ഉണ്ടാക്കുന്നുണ്ട്. ഷുഗറും കുറച്ച് ക്രീമും കുറച്ച് ബട്ടറും സോസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒഴിക്കുന്നു. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഈവൻ ടിഫിനും കൂടിയാണ്. നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാനോ നല്ലൊരു ഫുഡാണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഓർക്കാൻ പറ്റരുത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. പരിചയപ്പെടാം. ഞാൻ കുറച്ച് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്, കുറച്ച് പാല്, വാനില എസൻസ്. ഞാനത് ഫോസ്ഫോലൈറ്റിൻ്റെയാണ്, നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ബട്ടർ, ഒരു മുട്ട, കുറച്ച് സിനമൺ പൊടിച്ചത്, പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മിക്സ് ഫ്രൂട്ട് ജാമാണ്. നിങ്ങൾക്ക് ഏത് ജാമാണ് ഉപയോഗിക്കാം. ഇപ്പോൾ സ്ട്രോബെറിയോ ഏത് ഫ്ലേവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ന്യൂട്രലിന് ബെറ്റർ. ഞാനിപ്പോൾ ജാം ഉള്ളതുകൊണ്ട് ജാം ഉപയോഗിക്കുന്നു. പിന്നെ 2 സ്ലൈസ് വൈറ്റ് ബ്രെഡ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്ക് ബ്രെഡിൽ ജാം അപ്ലൈ ചെയ്യാം. നോർമലായിട്ട് ജാം അപ്ലൈ ചെയ്തിട്ട് ഇത് കവർ ചെയ്യാം. അതിനുശേഷം ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ. സോ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ക്രോസ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിനൊക്കെ ബോൾ എടുത്തു, അതിലേക്ക് ഞാൻ എഗ്ഗ് ഇട്ടു. അതിനുശേഷം നമുക്ക് ഹെവി ക്രീം ഒരു 50 ml അതിലേക്ക് ഒഴിക്കാം. ശേഷം നമുക്ക് പാല് ഒരു 150 ml. അതിനുശേഷം നമുക്ക് ഷുഗർ എടുക്കാം. ഷുഗർ ഞാനൊരു 4 to 5 ടീസ്പൂണാണ് ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ ഒരു 4-4.5 സ്പൂണാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം സിനമൺ പൗഡർ, നമ്മുടെ കറുകപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ. അതിനൊക്കെ വാനില എസൻസ് ഒഴിക്കാം, ഒരു 2 to 3 ഡ്രോപ്സ്. അധികം ഒഴിക്കേണ്ട, അധികം ഓവർ, പിന്നെ വാനിലയുടെ ഓവർ ഫ്ലേവറാവും. ഒരു 2 to 3 ഡ്രോപ്സ് ഇടാം. ഇനി നമുക്കെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാണ്. നമുക്കിതിലേക്ക് ഇനി ഈ ബ്രെഡ് ഡിപ്പ് ചെയ്യാം. ഇതൊരു 2 to 3 മിനിറ്റ്സ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം. അത് നന്നായിട്ടത് അബ്സോർവ് ചെയ്യണം, നന്നായിട്ടത് പിടിക്കണം. ഫുള്ള് ബ്രെഡ് അതായിട്ട് ആ ലിക്വിഡ് ബ്രെഡിലേക്ക് കയറിയ ശേഷം നമുക്ക് പാനിലായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ലിക്വിഡ് കിടന്നിട്ട് പാൻ ചൂടായിട്ടുണ്ട്. പാൻ നമുക്ക് അധികം ചൂട് വേണ്ട, ഒരു മീഡിയം ഹീറ്റ് മതി. ബട്ടറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മീഡിയം ഹീറ്റിലിടാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ടിഫിനായിട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തതിനൊക്കെ നല്ലൊരു ഡിഷാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ചെറിയൊരു കുട്ടികൾ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും.
ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതിന് മുകളിൽ ഞാൻ ചെറിയൊരു സോസ് ഉണ്ടാക്കാം. കാരമൽ സോസ് നേരത്തെ പറഞ്ഞ പോലെ. ഞാൻ അതിനോട്ടിട്ട് ഒരു 2 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ നല്ലപോലെ കാരമൽ നല്ല കളർ ആക്കിയിട്ട് ശേഷം നമുക്ക് അതിൽ കുറച്ച് ക്രീമും ബട്ടറും ആഡ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂണാണ് ഷുഗർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ നല്ലപോലെ മെൽറ്റായി കാരമലൈസ് ആയി വരുന്നുണ്ട്. ചെറിയ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ഷുഗർ അത് അതിലേക്കൊരു 2 to 3 ടീസ്പൂൺ ക്രീം ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ ബട്ടർ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഷുഗർ, ഒരു 3 ടീസ്പൂൺ ക്രീം, ഒരു ടീസ്പൂൺ ബട്ടർ. നമ്മുടെ കാരമൽ സോസ് റെഡിയാണ്. ഇതതിനെ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ നോക്കാം. അത് പ്ലേറ്റ് ചെയ്യാം. സോസ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ മതി. പക്ഷെ ഇത് കഴിക്കുമ്പോൾ സോസ് കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ, നല്ല ഫ്ലേവറാണ്. ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതോ ടിഫിനായിട്ടോ നമുക്കിത് കഴിക്കാം. പിന്നെ നമ്മളൊരു സ്ട്രോബെറിയും കൂടി വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. കുറച്ച് ഷുഗർ ഇങ്ങനെ പൗഡർ ഷുഗറാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ജസ്റ്റ് ഷുഗർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച് ടൈപ്പ് ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.